ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 31 x 24 hours ഫാസ്റ്റിംഗ് പ്രയറിൽ 2 സെഷനായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ ഇതുവരെയും ഇടമുറിയാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ ദാസിദാസന്മാരോടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കുവാൻ ബലപ്പെടുവാൻ, അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണമായി തീരുവാൻ വിടുതൽ പ്രാപിപ്പാനൊക്കെ ദൈവം സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ രാത്രിയിലും നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിച്ച് അതിന് ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവച്ച് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം കൂടി മാറ്റുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ദൈവാത്മാവ് എങ്ങനെ അതിൻ്റെ സമയം എടുക്കുന്നുവോ അതനുസരിച്ച് ദൈവത്തിൻ്റെ സൂക്ഷിക്ക് ആയിത്തീരുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 100-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് വായിക്കുന്നത്. യഹോവ തന്നെ ദൈവമെന്ന് അറിവി. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വചനമാണ്. യഹോവ തന്നെ ദൈവമെന്ന് അറിവി. ഈ ദൈവമെന്ന് അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കും യഥാർത്ഥമായി വ്യക്തിപരമായിട്ടും ദൈവത്തെ അറിയുന്ന സന്ദർഭങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ദൈവത്തെ അറിവീൻ എന്ന് പറയുന്നതും ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം നമുക്കറിയാം. അവർ കേട്ടത്, നവോമിയും കേട്ടത് ജനത്തെ സന്ദർശിച്ച് അവിടെ ആഹാരം കൊടുക്കുന്നുവെന്ന് അവർ അറിഞ്ഞു, കേട്ടു. ദൈവം അത് കേൾവിയായിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമായിട്ട് അനുഭവമാക്കി തീർത്ത ഒരു വ്യക്തിയായിരുന്നു രൂത്ത്. അവൾ ഇസ്രായേലിൻ്റെ ദൈവമുണ്ടെന്നും ശക്തിമാനാണെന്നും ഒക്കെ അറിഞ്ഞെങ്കിലും അത് അവളുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമായി തീർന്നത് അവളുടെ അനുഭവത്തിലൂടെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടപെടിയിൽ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് നമ്മളോട് നടത്താൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്, വിടിവിക്കുന്ന ദൈവമാണ്, തലമുറ കരുതുന്ന ദൈവമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായി ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറയത്തക്കവണ്ണം ഉള്ള അനുഭവത്തിലേക്ക് ഈ വരും ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ അത് അതിൻ്റെതായിട്ടുള്ള ആഴങ്ങളിലേക്ക് നീങ്ങുന്നു, പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, കർത്താവ് വിടിവിക്കും, ദൈവം രക്ഷിക്കും, സൗഖ്യമാക്കുമെന്നൊക്കെ നമുക്കറിയാം. യഹോവ ദൈവമാണെന്നും യേശു ദൈവമാണെന്നും നമുക്കറിയാം. എന്നാൽ അത് യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ അറിയുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഓരോരുത്തർക്കും സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവാത്മാവ് ഇടയാക്കാൻ പോകുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ ഞാൻ വേഗത്തിൽ നിരത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ മോശയുടെ അമ്മായിപ്പനായിരിക്കുന്ന യിത്രോ പ്രകാരം പറഞ്ഞു, യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതെ, ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ എന്ന് പറഞ്ഞ ഈ മോശയുടെ അമ്മായിപ്പൻ യിത്രോ പറയുക. ഈ യിത്രോയും മോശയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഈ മോശയുടെ അമ്മായിപ്പനും മനസ്സിലായി ചില കാര്യങ്ങളൊക്കെ. ഇവൻ വ്യത്യസ്തനാണെന്നും ഇവൻ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് മിദ്യാനിലെ പുരോഹിതനായിരിക്കുന്ന ഈ യിത്രോയ്ക്ക് മനസ്സിലായി. എന്നാൽ അദ്ദേഹം മറ്റുള്ള ദേവന്മാരെ പോലെ ഒരു ദേവനാണ് ഇസ്രായേലിൻ്റെ ദേവൻ അല്ലെങ്കിൽ എബ്രായരുടെ ദൈവം എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എനിക്ക് അറിയാമായിരുന്നു നീ വന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ മുൾപ്പടർപ്പ് തീ കണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. എന്തോ ചില സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിനക്ക് അനുഭവമായിട്ടുണ്ട് എന്നറിയാം. എന്നാൽ നിന്നെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകളെയും 2 കുഞ്ഞുങ്ങളെയും നിന്നോടൊപ്പം വിടുന്നതെന്ന് യിത്രോവിന് അറിയാമായിരുന്നു. മോശയുടെ കൂട്ടത്തിൽ തൻ്റെ മക്കളെ പറഞ്ഞു വിട്ടാൽ കുഴപ്പമുണ്ടാകത്തില്ല എന്നൊരു അറിവ് അവനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവൻ പറയുന്ന എബ്രായരുടെ ദൈവത്തിന് പ്രത്യേകതകളുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മുഴുവൻ മനസ്സിലായിരുന്നില്ല. അതുപോലെ
നാം ആരാധിക്കുന്ന യേശു ആരാണെന്നും സാക്ഷാൽ ദൈവം ആരാണെന്നും ഒക്കെയുള്ള കേൾവിയൊക്കെ പലർക്കും അറിയാം. അവരുടെ ദൈവം ആരാധന കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ എന്നൊക്കെ പലർക്കും അറിയാം. അങ്ങനെ ഇദ്ദേഹം മടങ്ങി തൻ്റെ മക്കളെയുമായിട്ട് മോശയുടെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം പറയുകയാണ്. അതിൻ്റെ 8-ാം വാക്യം, 18-ന്റെ 8-ാം വാക്യം പറയുകയാണ്. മോശ തൻ്റെ അമ്മായപ്പനായ യഹോവ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും മിസ്രൈമിനോടും ചെയ്തൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരം വിവരിച്ചു പറഞ്ഞു. ഈ സാക്ഷ്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് എത്തിയത് എന്നുള്ളതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, ഹോരേബ് പർവ്വതത്തിനടുത്ത് വരെ എത്തിയവർ 2 മാസം കൊണ്ട് യാത്ര ചെയ്തു. പുറപ്പെട്ട അന്ന് മുതൽ 2 മാസം കൊണ്ട് ദൈവം വലിയ ചെയ്തു. പക്ഷേ ഇവിടെ പറയുകയാണ്, വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങളും കഷ്ടതകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവര് അവിടുന്ന് പുറപ്പെട്ട സമയം മുതലുള്ള ആ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് ദൈവം മിസ്രൈമിലെ സകല ദേവന്മാരെയും ന്യായം വിധിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തിയപ്പോൾ അവന് മനസ്സിലായി, അവൻ അറിഞ്ഞിരിക്കുന്ന ദേവന്മാരെക്കാൾ എല്ലാവരെക്കാളും വലിയവനാണ് ഇസ്രായേലിൻ്റെ ദൈവം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആരാധനയായ യഹോവ എന്ന ദേവനെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇത്ര പറഞ്ഞെന്നാൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതിനാൽ അവർക്ക് സ്തോത്രം ചെയ്തെല്ലാം നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു. അപ്പോൾ യഹോവ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു. അപ്പൊ അതുവരെയും അവനത്ര വിശ്വാസമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നറിയാമായിരുന്നു. എന്നാൽ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചതും ഫറവോനിയ സൈന്യത്തെയും മുക്കിക്കളഞ്ഞതും അതിനുശേഷം അവർ പുറപ്പെട്ടപ്പോൾ മാറായിലെ വെള്ളം കയ്പായതിനെ മധുരമാക്കിയതും അങ്ങനെ നിരവധി കാര്യങ്ങൾ, തങ്ങൾ അനുഭവിച്ച വിഷയങ്ങളെല്ലാം ഒന്നൊന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം കേട്ടിട്ട് അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു. കഷ്ടതയിലൂടെ നാം നടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ കണ്ട് ചിലർ സന്തോഷിക്കും. ഇന്ന് രാത്രിയിൽ ദൂത് ഏറ്റെടുക്കുക. അത് നമ്മളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, നമ്മളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഇവിടെ ഈ അമ്മായിപ്പനായിരിക്കുന്ന ഇത്രോയ്ക്ക് തൻ്റെ മകളെയും തൻ്റെ കുഞ്ഞുങ്ങളെയും കുറിച്ചുള്ള ഒരു വലിയ ഒരു വേദനയുടെ ഒരു ഭാരമുണ്ടായിരുന്നു. മോശെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും ഒക്കെയുള്ള ഒരു സംശയവും, അല്ലെങ്കിൽ ഒരു തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ തനിക്ക് എന്താണ് ഭാവി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ആകുലതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ചെയ്തതെല്ലാം കേട്ടപ്പോൾ ഈ മരുമകൻ അന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇത്രോയ്ക്ക് മനസ്സിലായി. ചിലര് മനസ്സിലാക്കാൻ പോകുകയാണ്. ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞ യേശു വിടിവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യമായി തീരുമ്പോൾ അവർ പറയുകയാണ്, യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ, യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അത് ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ പറയാണ്. ഞാനിങ്ങനെയൊക്കെ ഒന്ന് കരുതിയിരുന്നു, എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ വിടുതൽ കിട്ടുമെന്നും അങ്ങനെയൊക്കെ നമുക്ക് കരുതലുണ്ട്, നമ്മൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആകാം, ദൈവം വിടിവിക്കും, നമ്മളെ സൗഖ്യമാക്കും, അല്ലെങ്കിൽ എൻ്റെ വിഷയം പരിഹരിക്കപ്പെടും എന്നൊക്കെ നാം പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായൊരു സന്തോഷമില്ല. എന്നാൽ ഇത്രോയ്ക്ക് മനസ്സിലായി, ഇത് യഥാർത്ഥമായിട്ടും ഒരു വലിയവനാണ് ഇവരെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്രോയ്ക്ക് മനസ്സിലായി, ഈ വിക്കനായിരിക്കുന്ന എൻ്റെ മരുമകന് ഇത്രമാത്രം ദൈവം കൃപ കൊടുത്തവരെ കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്, ഒരു ദേവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയുകയാണ് യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രസന്റ് ടൈമിൽ ഞാൻ ഇപ്പോൾ അറിയുന്നു, ഇപ്പോഴാണ് അറിഞ്ഞത്, മനസ്സിലായത് ഇത് ശരിയാണെന്നുള്ളത്. അപ്പം ഇന്ന് ഈ രാത്രിയിൽ നിന്ന് സന്തോഷിക്കണമെങ്കിൽ, നമുക്കും നമ്മുടെ സന്തോഷം ഒന്ന് പരിപൂർണമാകണമെങ്കിൽ, സന്തോഷിക്കണമെങ്കിൽ
ദൈവം പ്രവർത്തിച്ച് അത് അങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാം സാക്ഷാൽ എൻ്റെ ദൈവമാണ്, സാക്ഷാൽ ദൈവമെന്ന് പേഴ്സണലി വ്യക്തിപരമായിട്ട് അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രൂത്തിന് ആണ് ആ മോവാബ് ദേശത്ത് നിന്ന് വന്നവൾക്കാണ് അന്ന് ദൈവം സന്ദർശിച്ചപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ആഹാരമേ കിട്ടിയുള്ളൂ. എന്നാൽ രൂത്തിനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആഹാരമല്ല കിട്ടിയത്, അവൾക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടുവാൻ ഇടയാത്തതുപോലെ അവൾക്ക് മനസ്സിലായി ഇറങ്ങി തിരിച്ചത് വെറുതെ ആയിരുന്നില്ല. അവൾ വാസ്തവമായിട്ട് അറിഞ്ഞു. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി ഇസ്രായേലിന്റെ ദൈവം ശക്തിയുള്ളവനാണെന്ന്. ഇപ്പോൾ ഇവിടെ ഇത്രോയ്ക്ക് മനസ്സിലായി, ഈ പറയുന്ന മോശ പറയുന്ന എബ്രായരുടെ ദൈവം സകല ദേവന്മാരിലും വലിയവനാണ്. കാരണം ഈ മിസ്രൈമിന്റെ അധികാരവും അവന്റെ കഴിവും അവന്റെ ദേവന്മാരുടെ കഴിവിനെ കുറിച്ചൊക്കെ അറിയാവുന്നവനാണ് മിഥ്യാന് പുരോഹിതനായിരിക്കുന്ന ഇത്രോ. വിചാരിച്ചത് ഈ ദേവന്മാരെയൊക്കെ ന്യായം വിധിച്ച് ഇവരെ വെളിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മോശ പറയുന്ന എബ്രായരുടെ ദൈവമായിരിക്കുന്ന യഹോവ സകല ദേവന്മാരിലും വലിയവനാണെന്ന് അവൻ ഇപ്പോൾ അറിയുന്നു എന്ന് സമ്മതിപ്പാൻ ഇടയാത്തുന്നു. ഇപ്പോൾ യഹോവ ദൈവമെന്ന് അറിവീൻ എന്നുള്ള പറച്ചിലും പാട്ടും നമുക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തിപരമായി നമ്മെ സന്ദർശിച്ചിട്ട് ഞാൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയിട്ട് പറയുമ്പോഴാണ് നാം പറയുന്നത്, ഇപ്പോൾ ഞാൻ അറിയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി ദൈവത്തിന്റെ കൃപയാൽ അതെ ഞാൻ ഇപ്പോൾ അറിയുന്നു, വാസ്തവമായും ദൈവം എന്നെ വിടിവിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണെന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. അതെ, ഇറങ്ങി തിരിച്ചു പോരുമ്പോൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയത്തില്ല, ഇവര് പോകുന്ന സമയത്ത് ഒന്നും അറിയത്തില്ലെന്നാൽ ചെല്ലേണ്ട സ്ഥലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവമാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ളത് മനസ്സിലായപ്പോൾ ആ മിഥ്യാനിലെ പുരോഗതിന് മനസ്സിലായി സാക്ഷാൽ ഈ യഹോവയാം ദൈവം സകല ദേവന്മാരിലും വലിയവനാണ് എന്ന് അവന് അപ്പോൾ ആ അറിവ് കിട്ടെങ്കിൽ സാഹചര്യത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കടന്നു പോന്നപ്പോൾ അവർക്ക് ഓരോ നിമിഷവും ദൈവം ആരാണെന്നറിയുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ നമ്മുടെ ജീവിതയാത്രയിൽ പല പല സമയങ്ങളിൽ നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് നമ്മുടെ ദൈവം വലിയവനെന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് ആണെങ്കിൽ ദിവസങ്ങളിൽ സാക്ഷ്യം മറ്റുള്ള സാക്ഷ്യം പറയത്തക്കവണ്ണം നിന്നെ അപമാനിച്ചവർ, നിന്ദിച്ചവർ, നീ ഇറങ്ങിത്തിരിച്ച് വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ വാസ്തവമായും അവർ തന്നെ പറയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംശയിച്ചവർ പറയും, ആണോ അല്ലയോ എന്ന് വിചാരിച്ചവർ പലരും വിചാരിക്കും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞവർ പോലും പറയും സാക്ഷാൽ നീ വിശ്വസിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇത്രോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15 വാക്യങ്ങളുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനും കേൾവി ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെയും ഓരോ ജാതിക പശ്ചാത്തലത്തിൽ വളർന്നവരാണ്, ഓരോ ജാതികളുടെ ഇടയിൽ ജീവിച്ചു വന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ദൈവങ്ങളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ അവൻ സാക്ഷാൽ ദൈവമാണെന്നുള്ളത് മനസ്സിലാകും. അതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ എലീശ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് പ്രാർത്ഥിച്ചങ്ങ് വിട്ടിരുന്നെങ്കിൽ അത് മനസ്സിലാകത്തില്ലായിരുന്നു. ഈ വേഗത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടിയാൽ എല്ലാവർക്കും യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അറിയത്തില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ദൈവം ചില മുടക്കമിടുന്നത് സാക്ഷാൽ ദൈവമാണെന്ന് അറിയിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നയമാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഈ നയമാനും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രവാചകൻ വെളിയോട്ട് എലീശ പ്രവാചകൻ വെളിയിൽ വന്നിട്ട് അന്നേരം തന്നെ അവനെ ഒന്ന് ശാസിച്ച് അവനെ സൗഖ്യമാക്കി വിട്ടിരുന്നെങ്കിൽ എലീശായുടെ ദൈവത്തെ സാക്ഷാൽ ദൈവമെന്ന് അവൻ അറിയാൻ കഴിയത്തില്ലായിരുന്നു, സൗഖ്യമായെന്നെ മനസ്സിലാകത്തുള്ളായിരുന്നുള്ളൂ. എന്നാൽ സാധിക്കത്തില്ല എന്നുള്ളൊരു നിലവാരത്തിൽ വന്ന് അതിന് പരിഹാരമായി തീരേണ്ട സമയങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മടങ്ങിപ്പോകത്തക്കവണ്ണം ഉള്ളൊരു സന്ദർഭം വരുമ്പോഴും അതിനെ അതിജീവിച്ച് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ദൈവമെന്നറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തെ പറയുന്നത്, അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ
ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതുവരെ എന്തായിരുന്നു അവൻ്റെ അനുഭവം, എന്തായാലും അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അവൻ ചോദിക്കുന്നത്, ഞങ്ങൾക്കെന്നാ ഇല്ലേ? നിങ്ങൾക്ക് ഈ യോർദാൻ നദിയേക്കാൾ നല്ല നദികൾ അവിടെ ഉണ്ടല്ലോ, എനിക്ക് അവിടെ കുളിച്ച് ശുദ്ധമായി കൂടെ എന്നൊക്കെ ചോദിക്കും. എല്ലാവരും അതാ പറയുന്നത്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അവസാനം അവന് മനസ്സിലായി, അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടെന്നും വിടുതലുണ്ടെന്നും മനസ്സിലായി. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ, അതിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ വിടുതൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നയമാൻ വന്ന് അവൻ എത്ര വലിയ പരിവാരവുമായി വന്ന് എന്തെല്ലാം കൊണ്ട് വന്നാലും വിടുതൽ കിട്ടത്തില്ലായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം പണത്തിന് വേണ്ടിയുള്ളവനല്ല, അവൻ ഒരിക്കലും ആരും എന്തെങ്കിലും വാങ്ങിക്കാനുള്ളവനല്ല എന്ന് ഇവൻ വിചാരിച്ച് ഇവൻ കൊണ്ടിരുന്ന പൊന്നും വെള്ളിയും വസ്ത്രങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ ഏലീശ പ്രവാചകൻ വിചാരിക്കും, പിന്നെ ഞങ്ങൾ സൗഖ്യമാക്കി വിട്ടേക്കാമെന്ന് വിചാരിച്ച ഇവൻ വന്നത് അങ്ങനെ ഒരു ചിന്തയില വന്ന് ഇത്രയും വലിയ സന്നാഹത്തോടു കൂടി, പ്രത്യേകിച്ച് രാജാവിന്റെ കത്തുമായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അതിനപ്പുറമായിട്ട് എന്താ വേണ്ടത്? നിനക്കാരുടെ ശുപാർശ കത്തുണ്ടെങ്കിലും അത് നിറവേറപ്പെടത്തില്ല, അതൊന്നും ആകത്തില്ല. ഇവിടെ നിനക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നടക്കത്തില്ല. നയമാനെ, നിന്റെ കുഷ്ഠം മാറണമെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സമർപ്പണം ആവശ്യമാ, ഒരു അനുസരണം ആവശ്യമാ. ഇവൻ വന്നത് വലിയ അഹങ്കാരത്തോടെ വന്നത്. വിചാരിച്ചത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു വൈദ്യനാണ് ഏലീശ. അവന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന എഴുത്തും കാര്യങ്ങളും എല്ലാമായിട്ട് ചെന്ന് കഴിയുമ്പോൾ രാജാവ് റെക്കമെൻഡ് ചെയ്ത് വിട്ടിരിക്കുന്നതാ. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വിചാരിച്ചത് എന്റെ കാര്യം പെട്ടെന്ന് നിവർത്തിച്ച് എനിക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ ചെന്നെങ്കിലും നടന്നില്ല, അവന് അത് ലഭിച്ചില്ല. ഞാൻ വിചാരിച്ച പൊന്നും വെള്ളിയും എല്ലാമായിട്ട് വന്ന് ഇത്രയും കഴുതയുടെ പുറത്തൊക്കെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ സാധനങ്ങളായിട്ട് വന്ന് വലിയൊരു പരിഭാരമായിട്ട് വന്ന് ഇവന്റെ വിചാരിച്ചത് ഇവൻ ആകാമെന്ന് വിചാരിച്ചവൻ ക്രോധത്തോടെയാണ് ഇവൻ പോയത്. ഇവൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടിട്ട് വീഴുന്നതാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുക, നമ്മുടെ കർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നവനല്ല. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വിടുതൽ ദൈവം നൽകും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, മഹത്വം യേശുവിന് മാത്രമേ കൊടുക്കാവുള്ളൂ. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. നമുക്ക് നമ്മുടെ മഹത്വം മുഴുവനും ദൈവത്തിന് നാം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇസ്രായേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് അവന് സകല മഹത്വം കൊടുക്കത്തക്കവണ്ണം എലീശയുടെ ഹൃദയത്തെ ദൈവം അവിടെ നിയന്ത്രിച്ചു. എലീശയോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെന്നിട്ട് അവൻ വന്ന് നിൽക്കുന്നത് കണ്ട് നീ പ്രാർത്ഥിക്കരുത്, അവൻ ക്രോധത്തോടെ പോകണം, അവൻ മടങ്ങി വരവിൽ മാത്രമേ പ്രവൃത്തി ഉണ്ടാകുകയുള്ളെന്ന്. ഇന്ന് പകൽ സമയം, ഇന്ന് ഈ രാത്രി ദൈവം പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം സത്യം പറയുമ്പോൾ പലരും ക്രോധത്തോടെ പോയിട്ടുണ്ട്. അതെ, രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും അഭിഷേകം പ്രാപിക്കണമെന്നും പാപത്തെ വിട്ട് തിരിയണമെന്നൊക്കെ പറയുമ്പോൾ വന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ വന്നത്, ഒരു വിടുതലിന് വേണ്ടിയാ വന്നത്, ഒരു മാറ്റമുണ്ടാകുന്ന വെച്ചാൽ വന്നത്, തലമുറയ്ക്ക് ഒരു ജോലി കിട്ടുന്ന വെച്ചാൽ വന്നത്. പക്ഷേ ഉപദേശം പറഞ്ഞു കഴിയുമ്പോൾ പലരും പോകുന്നത് ക്രോധത്തോടെ പോകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഇതിനേക്കാൾ നല്ല പ്രാർത്ഥനകൾ ചൊല്ലുന്നവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേ എന്നാൽ രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ഉപദേശം കൂടി അറിഞ്ഞിരിക്കണം. കർത്താവ് ഇവിടെ അതാണ് തെളിയിച്ചത്. ഇവനോട് പറഞ്ഞു, എലീശയെ, ഇസ്രായേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഇവൻ ക്രോധത്തോടെ പൊയ്ക്കോട്ടെ, പക്ഷേ ഇവനെ മടക്കി വരുത്താൻ വേണ്ടി ചിലരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അതുകൊണ്ടാണ് ഈ എലീശ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ ഭക്തന്മാർ അടുത്ത് ഇവൻ ക്രോധത്തോടെ പോയി. ഇവന് വിചാരിച്ച് ഇത് ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല, ഏതായാലും കിട്ടിയതല്ലേ, അവിടെ ഇരിക്കട്ടെ, ആർക്കും ചികിത്സിച്ചാൽ മാറ്റാത്ത കാര്യങ്ങളൊക്കെയാ. ഇനി ഏതായാലും ഈ പറയുന്ന എലീശ പ്രവാചകൻ പറഞ്ഞിട്ട് ഇവരുടെ ആ യോർദാൻ നദി പോയിന്ന് മുങ്ങിയിട്ട് എനിക്ക് സൗഖ്യമൊന്നും ആകണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അനേകരുണ്ട്. ഇന്നും പാപത്തിന്റെ കുഷ്ഠം പേര് നടക്കുന്ന അനേകർ ഈ സന്ദേശം കേൾക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയുക, ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കിതിനേക്കാൾ നല്ല 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 ശുശ്രൂഷകളുണ്ട്, ഞങ്ങൾക്കിതിനേക്കാൾ നല്ല പലതുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാപം വെച്ചുകൊണ്ടിരിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിൽ കാണുവാൻ സാധിക്കും. അവർ വിചാരിക്കുന്നത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ഞങ്ങൾക്കുണ്ടല്ലോ,
എന്തിനാ ഈ കലക്കവെള്ളത്തിൽ പോയി മുങ്ങുന്നത്? അതുകൊണ്ട് ഏലിശ പറഞ്ഞത് അവിടെ പോയി നീ 7 പ്രാവശ്യം മുങ്ങിയാൽ നീ ശുദ്ധമാകുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കി. എന്താ, ഞങ്ങൾക്ക് അർഭനയും പർഭരയും നല്ല നദികളില്ലേ, അവിടെ പോയി കുളിച്ചാൽ ശുദ്ധമാകത്തില്ല, പിന്നെയാണോ യോർദാൻ നദിയിൽ കുളിച്ചാൽ ശുദ്ധമാകുന്നുള്ള ചിന്ത വന്നപ്പോൾ അവൻ കമ്പയർ ചെയ്ത് അവൻ അറിഞ്ഞാ വന്നത് ഇവിടെ വന്ന സൗഖ്യമാകുന്നു. പക്ഷെ കിട്ടിയില്ല. കാരണം എന്നറിയാവോ? ഹൃദയത്തെ ദൈവം താഴ്ത്തി, അവന്റെ അഹങ്കാരത്തെ ദൈവം താഴ്ത്തി, അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ ഇവനോട് അവർ പറയുകയാണ്, ഇവൻ ക്രോധത്തോടെ പോയ പ്രവാചകൻ അവരുടെ കൃത്യമായി പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ എന്ന് ചോദിച്ചു. വലിയൊരു കാര്യമായി ചോദ്യത്തിൽ ചെയ്തേനെ. നമ്മൾ പറയുന്നത് എന്താ? സിമ്പിൾ കാര്യങ്ങളാണ് അല്ലേ? കർത്താവായ യേശു വിശ്വസിക്കുക, നിന്റെ പാപത്തിന് പരിഹാരമായിരുന്നു യേശു, അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ പോകണമെന്നോ ഇവിടെ പോകണമെന്നോ ചെക്ക് ചെയ്ത് തരണമെന്നോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് ദുരുപദേശമാകട്ടെ, അതിനൊന്നും പിന്നാലെ പോകരുത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെക്ക് എഴുതി വാങ്ങിക്കുകയോ ഫണ്ട് പിരിക്കുകയോ ഒന്നും പിരിക്കാനൊന്നും ദൈവവചന വ്യവസ്ഥ ചെയ്യുന്നില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ അവിടെ പോയി കുളിച്ചോ, നീ പൊയ്ക്കോ, നീ സൗഖ്യത്തോടെ പൊയ്ക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് നിന്റെ ദേഹം നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. ഇതേ പറഞ്ഞുള്ളൂ. നീ അവിടെ പോയി മുങ്ങിയാൽ മതി, 7 പ്രാവശ്യം മുങ്ങിക്കഴിയുമ്പോൾ നീ ശുദ്ധനാകും, നിനക്ക് വന്ന വഴിക്ക് പോയി, എന്നെ കാണുമൊന്നുമില്ല. പക്ഷേ ഇവൻ പോയത് അഹങ്കാരത്തോടെ പോയത്. പക്ഷേ ഇത് പറഞ്ഞു വിചാരിച്ചു ശരിയാണല്ലോ, വേറെ ഒന്നും പറഞ്ഞല്ലോ, അത് നിസ്സാരമായ കാര്യമല്ലേ പറഞ്ഞത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്നതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. നിന്റെ മനസ്സെനിക്ക് വിട്ടുതരുമോ? നീ എന്നെ സ്നേഹിക്കുമോ കുഞ്ഞെ? നീ എന്നെ ആരാധിക്കുമോ? നീ നിന്റെ മഹത്വം, എൻ്റെ മഹത്വം നീ വിട്ടുകളയാതെ എന്നെ നീ ആരാധിക്കുമോ എന്നൊക്കെ ദൈവം ചോദിക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പലരും അവരുടേതായിട്ടുള്ള പല രീതിയിൽ പോയിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന് നന്ദി കരയേറ്റാതെ പോയ അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവരുടെ സ്വന്തം കഴിവുകളൊക്കെയാണെന്ന് വിചാരിക്കും. ഇവിടെ അതുകൊണ്ട് അങ്ങനെ ശുപാർശ കത്തുകൊണ്ടൊന്നും വില പോകാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു, അതൊക്കെ മടക്കി വെച്ചേരെ. രാജാവ് കൊണ്ടുവന്ന് ശുപാർശ കത്തൊന്നും ഇവിടെ വില പോകത്തില്ല, അതൊക്കെ നീ പോക്കറ്റിൽ വെച്ചു. നീ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം എന്നോട് കൽപ്പിച്ച കാര്യമുണ്ട്. നീ എന്ത് ചെയ്യണം? അവിടെ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയാൽ നീ ശുദ്ധനാകുമെന്നോ. ദൈവം പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ലാത്തതാ. അവൻ വിചാരിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. എന്ന് രാത്രി ഞാൻ പറയുന്നത്, ഇവന് കേൾവി ഉണ്ടായിരുന്നു ഈ ഏലീശ പ്രവാചകൻ അടുത്ത് ചെന്നാൽ അവിടെ സൗഖ്യമാകുമെന്ന്. അത് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് അറിയാം. ഇവിടെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചാൽ മാറ്റം കിട്ടും, വിടുതൽ കിട്ടുമെന്ന് അറിയാം. പക്ഷേ അതൊരു അറിവ് മാത്രമേ ഉള്ളൂ, ഒരു കേൾവി മാത്രമേ ഉള്ളൂ, ഒരു അനുഭവമല്ല. എന്നാൽ ഇവനത് മനസ്സിലാക്കി തീർക്കുവാൻ, അനുഭവമാക്കി തീർക്കുവാൻ വേണ്ടി ഇവനെന്ത് ചെയ്തു? ഇവനോട് ദൈവം ഇടപെടുവാൻ ഇടയാത്തിരുന്നു. ഇങ്ങനെ വളരെ കോപത്തോടെ പോയവനെ അവിടെ ആൾക്കാർ മടക്കിക്കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, ശുദ്ധനാക്കാൻ നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. 1-ാം പ്രാവശ്യം മുങ്ങി, 2-ാം പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് ഓരോ പ്രാവശ്യം മുങ്ങിയപ്പോഴും ഇവന്റെ ഉള്ളിൽ യഥാർത്ഥമായൊരു മാനസാന്തരം ഉണ്ടായി. ഈ മുങ്ങാൻ പറഞ്ഞത് 1 പ്രാവശ്യം മുക്കാതെ 7 പ്രാവശ്യം ഇവനെ മുക്കി എന്താണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഇവന് ഉറപ്പ് ഏതെങ്കിലും ഒരു ഭാഗത്ത് പിന്മാറി പോകാൻ പാടില്ല. ചിലർ ദൈവം അങ്ങേട്ട് പിടിക്കും. മനസ്സിലായി? ഒറ്റ പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓരോ പ്രാവശ്യം മുങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തു? സൗഖ്യം കൊടുത്താൽ 7 പ്രാവശ്യം കൊടുത്തു. 1 മുങ്ങി വന്നില്ല, 2, 3 അങ്ങനെ എണ്ണി 6 പ്രാവശ്യം മുങ്ങി. അവൻ അന്നേരം അരിശപ്പെട്ട് പോയില്ല. അവന് അരിശം കിടപ്പുണ്ട്, ഉള്ളി കിടപ്പുണ്ട്. പക്ഷേ ഇത് ശരിയാകുമോ എന്നുള്ള രീതിയിലാണ് മുങ്ങുന്നത്. ഇവ പറഞ്ഞതല്ല രീതി വന്ന് മുങ്ങുന്നതാ. 1 പ്രാവശ്യം മുങ്ങി അവർ കരയിൽ നിൽക്കുന്ന ഞാൻ വിചാരിച്ചു എണ്ണി എന്നാണ് വിചാരിക്കുന്നത്. അവരെണ്ണി 1, 2, 3 എന്ന് പറഞ്ഞ് ഇവര് കരയിൽ നിന്ന് അവന്റെ വൃദ്ധന്മാർ എണ്ണുകയാണ്. ഇന്ന് രാത്രിയിലും ചില എണ്ണലുകൾ നടക്കുകയാണ്, ചില മണിക്കൂറുകൾ എള്ളുക. നമ്മുടെ വിജയത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടിയുള്ള ചിലവർ എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ്. 6 പ്രാവശ്യം മുങ്ങി, 7-ാം പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ആകാംക്ഷയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, 7-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ
ഏലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ നടക്കുമോ 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 എന്നുള്ള ചിന്ത മുങ്ങുന്നവനും ഉണ്ടായിരുന്നു, കരയ്ക്ക് നിന്നവർക്കും ഉണ്ടായിരുന്നു. അതെ, പ്രാർത്ഥിക്കുന്നവനുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കുമുണ്ടൊരു സംശയം, നടക്കുമോ നടക്കുമോ എന്ന്. ഇന്ന് രാത്രി ദേവാലോ പറയുക, ഓ 6-ാം പ്രാവശ്യം മുങ്ങി 7-ാം പ്രാവശ്യം മുങ്ങുന്ന സമയമായപ്പോൾ ആ മുങ്ങി പൊങ്ങാൻ നേരത്ത് ഈ മുങ്ങിയവനും പൊങ്ങിയവന്റെ ഉള്ളിൽ വലിയ ഒരു ആഗ്രഹമിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും ദൈവം പറഞ്ഞിരിക്കുന്ന മണിക്കൂറുകൾ സമീപിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് ആത്മാവിൽ ദൂതറിയിക്കുക. 7-ാം പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞപ്പോൾ, അവൻ ശുദ്ധമായി കഴിഞ്ഞപ്പോൾ കരയ്ക്ക് നിന്നവരെല്ലാവരും കൈകൊട്ടി. ഞാൻ വിചാരിക്കുന്ന അവിടെ നമസ്കരിച്ചു. ഞങ്ങളുടെ നയമാൻ സൗഖ്യമായി. അത് വെറുതെയല്ല ഇവിടെ വന്നത്, കേൾവി കേട്ട് വന്നത് വെറുതെയല്ല. നിങ്ങൾ ഈ സന്ദേശം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ചില മണിക്കൂറുകളിലേക്ക്, ചില ദിവസങ്ങളിലേക്ക് ദൈവാത്മാവ് അടുപ്പിക്കുക. വിടുതലിന് വേണ്ടിയുള്ള ദിവസങ്ങളാക്കി ദൈവാത്മാവ് മാറ്റുക. പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, അവൻ മുങ്ങിയ ഓരോ മുങ്ങലും ഓരോന്ന് എണ്ണപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, 7-ാം പ്രാവശ്യം ഇവരിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നവരോട് ആത്മാവിൽ ദൂത് പറയുക. നാം പല വിഷയങ്ങൾക്ക് വേണ്ടി, ചില വിഷയങ്ങൾക്ക് വേണ്ടി ശ്വാസം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് 7-ാം പ്രാവശ്യം ശ്വാസം പിടിച്ച് നയമാൻ മുങ്ങി. അവൻ പൊങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ദീർഘശ്വാസം വന്നു. അന്ന് വരെ അനുഭവിക്കാത്ത വലിയ ഒരു വിടുതലുണ്ടായി. ഇന്ന് രാത്രി ചിലരുടെ ദീർഘശ്വാസം വിടുന്ന ഒരു വിടുതൽ നടക്കുന്ന രാത്രിയായി, ദിവസങ്ങളാക്കി ദൈവാത്മാവ് നീക്കാൻ പോകുന്നതിനായി ദൈവാത്മാവ് ഞാൻ സ്തോത്രം ചെയ്യുക. എല്ലാ ദിവസവും നോക്കി നയമാൻ അവന്റെ ശരീരം നോക്കി നെടുവീർപ്പെടുമായിരുന്നു. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ ഇത് വിട്ടുമാറുന്നില്ലല്ലോ. അവനെ കാണുന്നുണ്ട്, ഭാര്യ, കുഞ്ഞുങ്ങൾ, തലമുറകളെല്ലാം പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പായ്ക്ക് വിടുതലില്ലല്ലോ, ഒരു മാറ്റമില്ലല്ലോ. എല്ലാം ഉണ്ടെങ്കിലും ചില വിടുതലുകൾ കിട്ടാതെ നോക്കുമ്പോൾ അത് കണ്ട് നെടുവീർപ്പെട്ടിട്ടുണ്ട്. നെടുവീർപ്പുകളെല്ലാം ഇസ്രായേലിന്റെ ദൈവത്തിന് മുമ്പിൽ വന്നപ്പോൾ അത് ദീർഘശ്വാസമായി, ആശ്വാസമായി പരിണമിക്കുവാൻ ഇടയാത്തീർന്നു. പൊങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബാലന്റെ ദേഹം പോലെ അവൻ എന്ത് ചെയ്തു? അവന്റെ ദേഹം, അവന്റെ ത്വക്കിന് മാറ്റമുണ്ടാക്കുവാൻ ഇടയാത്തീർന്നു. അവൻ എവിടെയായിരുന്നോ ആ കുഷ്ഠരോഗമുണ്ടായിരുന്നത് അതിനെ ശുദ്ധമാക്കുവാൻ വേണ്ടി ദൈവാത്മാവ് വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. വർഷങ്ങളായി പാരമ്പര്യമായി ചില രോഗാത്മാക്കൾ, ചില ബന്ധനങ്ങൾ, ചില വിഷയങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ഏറ്റെടുത്തുകൊള്ളുക. ദൈവാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഓ ഷാബാറക ധീബാരവാലവ ശംബബാബ. അതെ, ചില വിഷയങ്ങൾ പരിഹാരമില്ലാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില പാരമ്പര്യ ബന്ധനങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കാൻ പോകുക. ചില രോഗങ്ങളെ അഴിക്കാൻ പോകുക. ചില വിഷയങ്ങളിന്മേൽ ദൈവാത്മാവ് നെടുവീർപ്പിട്ട് മടുത്ത വിഷയങ്ങളിന്മേൽ, സൗഖ്യമാകുന്ന പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവം നടന്നു. 7 പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒരു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആശ്വാസം. അതുവരെയും നോക്കി നെടുവീർപ്പിട്ട് വേദനപ്പെട്ട മാറാത്ത കുഷ്ഠം മാറിയതുപോലെ ദിവസങ്ങളിൽ മാറാതിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രി തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുപോവാ. അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ, വിടിവിക്കുവാൻ അവൻ ശക്തനാ. അതെ, നീ ഇപ്പോൾ അറിയാൻ പോകുക, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം വലിയവനാണെന്ന്. സ്തോത്രം. ഇപ്പൊ പറയുകയാണ്, ഇവനെന്താ പറഞ്ഞെന്നറിയാമോ? ആയി ശുദ്ധനായി തീർന്നു. ഇത് മുഴുവൻ അവിടെ എഴുതിയിട്ടില്ല. കാരണം ഇത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ ബൈബിൾ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, വണ്ടി പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു. ഈ ബൈബിളിൽ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം, സന്ദർഭങ്ങളെല്ലാം വെച്ചെങ്കിൽ എഴുതിയിരുന്നെങ്കിൽ ദൈവാത്മാവ് എത്ര കട്ട്ഷോട്ടായിട്ട് എഴുതിക്കുന്നറിയാം. പക്ഷെ ഇതേക്കുറിച്ച് പ്രസംഗിച്ചാൽ നമുക്ക് ദിവസം, അതുകൊണ്ടാണ് പറയുന്നത്, ഇത് പ്രസംഗിച്ചാൽ തീരത്തില്ലെന്ന് പറയുന്നത്. എഴുതിയിരുന്നെങ്കിൽ മുഴുവൻ ദീർഘമായിട്ട് എഴുതിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അവിടെ സംഭവം എല്ലാം എഴുതുകയായിരുന്നെങ്കിൽ നമുക്ക് പുസ്തകം കൈ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, നമ്മൾ വണ്ടി പിടിച്ചു. പക്ഷെ അങ്ങനെ ആകാതെ കൈ കൊണ്ടു നടക്കാൻ പാകത്തിൽ ബൈബിള് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന എത്ര ദൈവത്തിന്റെ ശേഷമായിരുന്നു. ഇതിന് 1/2 കിലോ പോലും വെയിറ്റ് ഇല്ലാതെ ദൈവമായി കർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തന്നിരിക്കുന്നതിന് കാരണം ഇത് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ വലുതാ. അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ ദിവസങ്ങൾ വിശദീകരിച്ചാൽ തീരത്തില്ല. നയമാന്റെ ദീർഘ ദിവസത്തെ ആ വിഷയത്തിന്മേൽ ദൈവം പരിഹാരം കൊടുത്തു. വലിയൊരു പരിഹാരമുണ്ടായി. 6-ാം പ്രാവശ്യം മുങ്ങിയപ്പോഴും അവൻ നെടുവീർപ്പിട്ടുകൊണ്ടാണ് മുങ്ങിയത്. എന്നാൽ 7-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ
അവനൊരു ദീർഘശ്വാസം വന്നു. സൗഖ്യമായെന്ന് കണ്ടു. അവനത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വലിയൊരു സന്തോഷമുണ്ടായതുപോലെ ഇന്ന് ഈ ഈ രാത്രിയിലെ സന്ദേശത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന 18-ാം ദിവസത്തിൽ ദൈവാത്മാവോട് ദൂതറിയിക്കുക. അതേ ദിവസങ്ങൾ ദൈവം വാസ്തവമായും വിടിവിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ പോകുക, മനസ്സിലാക്കാൻ പോകുക. അവൻ വന്ന് ദൈവത്തിന്റെ പുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാകെ എന്നിട്ട് പറയാണ്, ഇസ്രായേൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ പറഞ്ഞു. ഞാനിപ്പോൾ അറിയുന്നു. ഞാൻ അങ്ങനെയല്ല വന്നത്, എനിക്കറിയാമായിരുന്നു സൗഖ്യമാകുന്നു, എലീശ ചെയ്യുന്ന പല പരിപാടികളുണ്ട് എന്നൊക്കെ, ഇസ്രായേലിൽ ദൈവം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയുന്നു. അതെ, ഈ വർഷം 2025 എഴുതിയിട്ടു, ഈ ദിവസങ്ങളിൽ ദൈവം സാക്ഷാൽ വിടിവിക്കുന്നതാണെന്ന് അറിയാൻ പോവുകയാണ്. ഇത് ഒരുപാട് വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിൽ 1-2 വിഷയം കൂടി വിടുന്നുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ സംസാരിച്ച് ഞാൻ തോന്നി വിടാൻ വിടാം. കാരണം നമുക്ക് സമയം അധികം മുമ്പോട്ട് പോകാൻ ഇല്ലല്ലോ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ പുതിയ നിയമത്തിന്റെ സഭയുടെ ഒന്നാം അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ പിടിച്ച് കാരായത്തിട്ടിരിക്കുക. അവിടെ നമുക്കറിയാവുന്നതാണ്, ഞാൻ ആ വിഷയം മാത്രമേ വായിക്കുന്നുള്ളൂ. കാരണം ഇത് എന്താണെന്ന് അവിടെ വാസ്തവമായിട്ട് അറിയാൻ വേണ്ടിയാ. അതിൽ 11-ാം അധ്യായം 11-ാം വാക്യം, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടിവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. ഈ പത്രോസ് അറിയാമായിരുന്നു വിടിവിക്കുന്നൊക്കെ. പക്ഷെ എങ്ങനെ വിടിവിക്കുമെന്നോ എപ്പോൾ വിടിവിക്കുന്നോ അവൻ അറിയത്തിലും. കടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നു. ഇന്ന് രാത്രിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കണം കേട്ടോ. സുഖമായിട്ട് കിടന്നുറങ്ങിക്കണം. ടെൻഷൻ ഒന്നും അടിക്കരുത്, ഭാരപ്പെടരുത്. നമ്മുടെ വിഷയത്തിന്റെ പലതും അടുക്കുന്ന സമയമാകുമ്പോൾ, നാളെ നിനക്ക് സ്കാനിങ് ആണ്, അല്ലെങ്കിൽ നാളെ കോടതിയുടെ വിധിയാണ്, നാളെ പല വിഷയങ്ങൾ നാളെ പരീക്ഷയാണ്, നാളെ ഇന്ന് വിഷയത്തെ അഭിമുഖീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാത്രി ഉറങ്ങാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. പ്രാർത്ഥിക്കേണ്ട ഒരു മറുഭാഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ വെളിയിൽ കിട്ടിയ പത്രോസ് അവൻ വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇവിടെ പറയുകയാണ്, എന്നെ വിടിവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. ഞാൻ ഇപ്പോൾ അറിയുന്നെന്നല്ല പറഞ്ഞത്, വാസ്തവമായി അറിയുന്നു. പിന്നെ അതിനു മുമ്പ് ചിന്തിച്ചു കാണും, എന്നെ വിടിവിക്കേണ്ട ദൈവത്തിന് കഴിയും, കർത്താവിന് അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ കഴിയും, അവൻ വിടിവിക്കുന്നവനാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കടന്നുറങ്ങി. രാത്രി സുഖകരമായി പ്രാർത്ഥിച്ച് ദൈവം വിടിവിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് കടന്നുറങ്ങിക്കോ. വാസ്തവമായി ദൈവം വിടിവിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടിവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. പശ്ചാത്തലം നമുക്കറിയാമല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ചങ്ങലകളൊക്കെ ഇട്ട് 2 കാവൽക്കാരൊക്കെ അടുത്തൊക്കെ നിന്ന് ഇവൻ കിടന്നുറങ്ങുക. കാരാഗരം കാത്തുകൊണ്ടിരുന്നു, പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് 16 പടയാളികളുണ്ട്, 4 ഷിഫ്റ്റുകൾ മാറി മാറി നിൽക്കുക, 6 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറിയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയാകുമ്പോൾ, വാസ്തവമായി വിടിവിക്കേണ്ട നാഴിക എടുത്തു കഴിയുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയക്കും. ദൈവം എന്ത് ചെയ്യും? അവിടെ ദൂതനെ അയച്ചു. ഇവിടെ എത്ര ബന്ധനം വിട്ടുപൂട്ടിയാലും, നിന്നെ ഏതെല്ലാം വിഷയത്തിൽ കുടുക്കിയാലും, ഏതെല്ലാം കള്ളക്കേസ് നിനക്കെതിരെ എഴുതി ഉണ്ടാക്കിയാലും മറന്നു പോകണ്ട, ദൈവത്തിന് വിടിവിക്കാൻ കഴിയും. നമുക്കെതിരെ ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കി ചങ്ങലകൾ അത് ഇട്ട് മുറുക്കിയാലും നിന്റെ കൈ അഴിച്ച് നിന്റെ അര കെട്ടി ചെരിപ്പിടുവാൻ വേണ്ടി ദൈവം നിന്നെ അഴിച്ചെടുക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. ഇനി ഒരിക്കലും ഈ കൈ അഴിയത്തില്ല. ഇവനെ കൊന്നുകളയാൻ വേണ്ടി വാൾ ഒരുക്കി വെച്ചിരിക്കുക. ഒരുപക്ഷെ പത്രോസ് വിചാരിച്ചു കാണും, ഇനി ഒരിക്കലും അരകെട്ടേണ്ടി വരത്തില്ല, ഇനി ഒരിക്കലും ചെരിപ്പിടേണ്ടി വരത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ജീവിതമേ പലതും നാം ചിന്തിച്ചു പോകല്ലേ. രോഗം വരുമ്പോൾ വിചാരിക്കും, ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇവിടെ മുഖം കാണാൻ കഴിയുമോ, എനിക്ക് നടക്കാൻ കഴിയുമോ, എനിക്ക് ഇരിക്കാൻ കഴിയുമോ എന്നൊക്കെ നാം ഭാരപ്പെടാറില്ലേ? പല വിഷയങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കാറില്ലേ? ഇനി നടക്കത്തില്ല എന്ന് വിചാരിക്കാറില്ലേ? അങ്ങനെ അന്ന് വിചാരിച്ചു കാണും, ഈ ചെരുപ്പ് ഇനി ഇടാൻ കഴിയുമോ, എനിക്കിനി എൻ്റെ വസ്ത്രം അരകെട്ടാൻ കഴിയുമോ എന്നൊക്കെ അവൻ വിചാരിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളും പലപ്പോഴും വിചാരിക്കും, ഇനി അതങ്ങനെ സാധിക്കുമോ, എനിക്കിനി ആഹാരം കഴിക്കാൻ സാധിക്കുമോ, എനിക്ക് നമ്മുടെ മുഖം കാണാൻ സാധിക്കുമോ, എനിക്ക് അവരുടെ കൂടെ നടക്കാൻ സാധിക്കുമോ, എനിക്കിനി പോകാൻ സാധിക്കുമോ, എന്നുള്ള ഒരുപാട് ചിന്തകൾ
ജീവിതത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സാധ്യമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് രാത്രി ദൈവാത്മ പറയുക. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണിട്ട് പറഞ്ഞു, അവനോട് അരക്കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. പാപം ഒരിക്കലും ഇനി അരകെട്ടി പുറത്തു പോകേണ്ടി വരത്തില്ല, ഈ ചെരുപ്പിനി ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചതാ. ഒരുപക്ഷെ ജയിലിൽ അവനെ ഇട്ടപ്പോൾ അവന്റെ വസ്ത്രത്തിലെ അരകെട്ടാതെയും അവന്റെ ചെരുപ്പ് അവിടെ വെച്ചപ്പോൾ തടവറക്കാർ വിചാരിച്ചു കാണും, ഇതിനി നാളെ ഇത് കഴിയുമ്പോൾ ഇതിനൊരു ഉപയോഗമില്ലാത്ത ഇതിന്റെ ഉടമസ്ഥൻ മരിക്കാൻ പോകേണ്ടവനാ. അങ്ങനെ ഒരുപാട് പേരുടെ വസ്ത്രങ്ങൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ ചെരുപ്പോടെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, സകല പ്രതീക്ഷകളെയും അത് അസ്തമിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്റെ സകല പദ്ധതികളെയും മാറ്റിക്കൊണ്ട് ആ ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങുവാൻ, അവനെ വീണ്ടും നടക്കുവാൻ വേണ്ടി അവന്റെ മേൽ ദൈവാത്മാവ് വ്യാപരിച്ചപ്പോൾ ഇവൻ വെളിയിൽ വരുവാൻ ഇടയാക്കുന്നെങ്കിൽ അവൻ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കി അവൻ വെളിയിൽ വരുവാൻ ഇടയാക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഈ സാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച ചില വിഷയങ്ങൾ മേൽ ദൈവാത്മാവ് ഇടപെടാൻ പോകുക, അതിനെ നീ എടുക്കാൻ പോകുക, അത് നീ ഉപയോഗിക്കാൻ പോകുക. ഇനി നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, ഇത് യാത്ര ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ചില ജീവിതങ്ങളോട് ആത്മാവിൽ പറയുകയാണ്, ദൂത് പറയുകയാണ്. അതേ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നീ അരമുറുക്കാനുള്ള സമയമാണ്. അതെ, ദിവസങ്ങളിൽ മാറിയിരിക്കുവാനല്ല, ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ഈ ദിവസം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. 10 ദിവസം പറഞ്ഞു, 10 ദിവസമായി കാരാഗത്തിട്ട് വിചാരിച്ചത് ഇനി ഒരിക്കലും നിന്റെ കാല് അനങ്ങത്തില്ലെന്ന, നാളെ ഇത് നിർജീവമായി തീരുമെന്ന, മരിച്ചു പോകുമെന്ന്, ഈ കാലുകൊണ്ട് പ്രയോജനമില്ലെന്ന, ചെരുപ്പ് കൊണ്ട് പ്രയോജനമില്ലെന്നാ പറഞ്ഞത്. രാത്രി നീ പ്രയോജനമില്ലെന്ന ചില വിഷയങ്ങളുമേൽ നീ കരം ഉയർത്തി പറ, ഇതിനെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോകുക, ഞാൻ വെടിവെറ്റെടുക്കാൻ പോകുക. എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാ, ഞാൻ വിശ്വസിക്കുന്നു. രാത്രി ഞാൻ വിശ്വസിക്കുക. ഒരുപക്ഷെ പത്രോസ് ആ ചെരുപ്പ് നോക്കി വിചാരിച്ചു കാണും, ഇനി എനിക്ക് ഇത് ഇടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും, നാളെ എനിക്ക് നാട്ടിൽ വരുവാൻ കഴിയുമോ, എനിക്ക് ദിവസം എല്ലാവരും കാണാൻ കഴിയുമോ, എനിക്കിനി കൂട്ടായ്മ കൂടുവാൻ കഴിയുമോ, എനിക്ക് അവിടെ കൊണ്ട് നടക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ദൂത് പറയുക, ദൈവം ഇറങ്ങി പ്രവർത്തിപ്പാൻ സമയമായി, ദൈവം പ്രവർത്തിപ്പാൻ സമയമായി. നിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നിടത്ത് ദൈവം പറയും, മറ്റുള്ളവർ പ്രതീക്ഷയെ അവർ വിചാരിക്കുക തകർത്ത് കളയാമെന്ന്, ഇല്ലാതാക്കി കളയാമെന്ന്. എന്നാൽ നമ്മുടെ ദൈവം ശത്രുവിന്റെ പ്രതീക്ഷയെ ഇല്ലാതാക്കുകയും അവന്റെ മക്കൾക്ക് പ്രതീക്ഷ പകരുകയും ചെയ്യുന്ന ദൈവമാണ്. അതാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രത്യേകത. അതെ, ശത്രുവിന്റെ സകല പ്രതീക്ഷകളെയും ഇല്ലാതാക്കുവാൻ വേണ്ടി, അതെ, ദൈവമക്കൾക്കെതിരെ ശത്രു കരുതി വെച്ചിരിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. തകർത്ത് കളയുവാൻ, തലമുറകളെ ഇല്ലാതാക്കി കളയുവാൻ, പ്രശ്നങ്ങളിൽ കുടുക്കിക്കളയുവാൻ, കേസിലകപ്പെടുത്തി കളയുവാൻ, വിവിധ വിഷയങ്ങളിട്ടുകൊണ്ട് ഭാരപ്പെടുത്തുവാൻ വേണ്ടി ശത്രു വെച്ചിരിക്കുന്ന ചില വിഷയം അവന്റെ പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അവരുടെ പ്രതീക്ഷയെ ഇല്ലാതാക്കി നമുക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുമ്പോൾ പറയും, വാസ്തവമായി ഞാനിപ്പോൾ അറിയുന്നു. ദൈവാത്മാവിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അവൻ വെളിയിൽ ഇറങ്ങുവാൻ ഇടയാക്കുന്നെങ്കിൽ നിന്നെ വെളിയിൽ ഇറക്കുവാൻ വിശ്വസ്തനാണ് ദൈവം. നീ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളില്ലേ, ഈ ദിവസങ്ങളിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതായത് നാം ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എനിക്ക് അത് പോകാൻ കഴിയുമോ, എനിക്ക് കാണാൻ കഴിയുമോ, എനിക്ക് സഞ്ചരിക്കാൻ കഴിയുമോ, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ, സമ്പാദിക്കാൻ കഴിയുമോ, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിക്കുന്ന വിഷയങ്ങളുമായിട്ടിരിക്കുമ്പോൾ ശത്രു വിചാരിക്കുന്നത് ഇവന്റെ എല്ലാ പ്രതീക്ഷയും തീരണമെന്ന, ഈ 10 ദിവസം സകല പ്രതീക്ഷയും തീർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രതീക്ഷയും തീരണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന മുടക്കാത്ത ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്, പ്രാർത്ഥന മുടങ്ങാത്ത പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നതിന് മറുപടിയുണ്ട്, ഉപസിക്കുന്നതിന് മറുപടിയുണ്ട്. ദൈവാത്മാവ് ചില വിഷയങ്ങളെ ദിവസങ്ങളിൽ അഴിച്ചെടുക്കാൻ പോകുക. എല്ലാ പ്രതീക്ഷകളൊന്നും അത് മാറ്റിയിട്ട് ദൈവം ദിവസങ്ങളിൽ നമുക്ക് പുത്തൻ പ്രതീക്ഷ നൽകാൻ പോകുന്ന, ദൈവസഭകൾക്ക്, ദൈവമക്കൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്ന വർഷമാക്കി ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ദൈവം നടത്താൻ പോകുക. ഇതിന്റെ പ്രാരംഭ മാസങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതല്ലേ, പ്രതീക്ഷ
അറ്റുപോയ വിഷയങ്ങളില്ലേ, പ്രതീക്ഷ അറ്റുപോയതിൽ, അതെ, 10 വർഷമൊക്കെ പ്രതീക്ഷ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ എല്ലാം അറ്റുപോയി. എന്നാൽ അവരെയും ദൈവം രക്ഷപ്പെടുത്തിയെങ്കിൽ പ്രതീക്ഷ അറ്റുപോയ വിഷയത്തിന്മേൽ ദൈവാത്മാ പ്രവർത്തിക്കാൻ പോകുക. ചില സാമ്പത്തിക വിഷയത്തിന്മേൽ പ്രതീക്ഷ അറ്റുപോയ വിഷയങ്ങളിന്മേൽ ദൈവാത്മ ഇടപെടാൻ പോകുക. ചില കേസ് വിഷയങ്ങളുമേൽ പ്രതീക്ഷ അറ്റുപോയ ചില വിഷയങ്ങളുമേൽ, നടക്കില്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുമേൽ ദൈവാത്മാവ് പ്രതീക്ഷ നൽകാൻ പോവുകയാണെന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. ഈ രോഗം മാറത്തില്ല, ഇനി അതെനിക്ക് കഴിക്കാൻ കഴിയത്തില്ല, ഇനി എനിക്ക് നടക്കാൻ കഴിയത്തില്ല, യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മ പറയുക, നിന്റെ പ്രതീക്ഷ അറ്റുപോയടത്ത് പ്രതീക്ഷ നൽകി ദൈവാത്മ നടത്താൻ പോകുക. ചില കാര്യങ്ങൾ ഇനി നടക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്താത്മാ പറയുക, അവരുടെ ശത്രുവിന്റെ പ്രതീക്ഷയെ ഇല്ലാതാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ പ്രതീക്ഷയ്ക്ക് പുത്തൻ ഉണർവ് നൽകി ജീവിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നത്, വചനം ഇങ്ങനെയാ പറയുന്നത്, ദൂതനെ അയച്ച ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഞാൻ തുറന്നതിനെ കുറിച്ച് പറയാൻ പോകുന്നില്ല, കാരണം വാസ്തവമായിട്ട് അറിഞ്ഞു. ഇന്ന് മനസ്സിൽ ഞാൻ റിലീസായെന്ന്, ഞാൻ വിടുതൽ പ്രാപിച്ചെന്ന്. അപ്പോൾ ഇവനറിയാം വിടുവിക്കുന്നൊക്കെ അറിയാം, എനിക്ക് എന്നെ മനസ്സായിട്ടുണ്ട്, എല്ലാവരും വിടുവിച്ചില്ലെന്നൊക്കെ അറിയാം. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുക, വാസ്തവമായിട്ട് അറിയുന്നത് പറഞ്ഞു. വെളിയിൽ വന്നപ്പോൾ വിചാരിക്കുക, ഇടയ്ക്കൊക്കെ സംശയമൊക്കെ വന്നു, ഇത്രയും കാവൽക്കാർ നിൽക്കുന്നു, ഇത്രയും ചങ്ങലകൾ ഇട്ടിരിക്കുന്നു, ഇത് ഒരു ചങ്ങലയോ 2 ചങ്ങലയോ ഒക്കെ ആയിരുന്നെങ്കിൽ അടിച്ചു പോരാമായിരുന്നു. പക്ഷെ വിചാരിച്ചു കാണും വേഗത്തിലൊക്കെ ഒന്ന് വേണേ പോരാമായിരുന്നു. പക്ഷെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇത്രയും ചങ്ങലകൾ കഴിഞ്ഞ് നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ, രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹെരോദാവ് യാക്കോബിനെ കൊന്നതുപോലെ എന്നെയും കൊന്നുകളയും. പക്ഷെ ഇതെല്ലാം എനിക്ക് പ്രതികൂലങ്ങളാ. അവരുടെ പ്രതീക്ഷയാണോ? അവരുടെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ അന്ന് രാത്രി ദൈവം പറഞ്ഞു, നിന്റെ മേലുള്ള ചങ്ങല നീ പാരമാക്കണ്ട. ഇവിടെ എത്രമാത്രം എന്നെ ബന്ധിപ്പിച്ചാലും, നിന്നെ ബന്ധിച്ചിട്ടാലും, അതെ, നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം അറ്റുപോയാലും ദൈവമാവുന്ന രാത്രി പറയുക, നമ്മുടെ കർത്താവിന് നമ്മളെ വിടുവിച്ചിട്ട് വാസ്തവമായി ഞാൻ ആരാധിക്കുന്ന ദൈവം വിടുവിക്കുന്നവനാണെന്ന് പറയുന്ന സാക്ഷ്യം പത്രോസ് പറഞ്ഞെങ്കിൽ ദിവസങ്ങളിൽ നാമും പറയാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ചില തടസ്സവാദങ്ങളുമുണ്ട്, എന്നാൽ അതെല്ലാം നാം വാസ്തവമായി ദൈവമെന്ന് അറിയാൻ വേണ്ടിയാ. നമ്മൾ കണ്ടല്ലോ, അവിടെ നയമാന മനസ്സായി വാസ്തവമായ ദൈവമാണ്. ചില തടസ്സങ്ങളൊക്കെ വന്നു, ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ യെത്രോനും മനസ്സിലായി ദൈവം ആരാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് പ്രത്യാശ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നാം അതിൽ കൂടി മാത്രമല്ല, ഇനിയും നമുക്ക് വളരെയധികം പോകേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ക്രിസ്തുയേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്കും അത് മനസ്സിലായി. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ച് നാം എന്തായി തീരുമെന്നുള്ള പ്രത്യാശ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദൂതിന് വിരാമമിടാം. 18-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, 18:30 യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായം അതിൻ്റെ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട്, വാസ്തവമായിട്ടും ഒരറിയുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരും അതുവരെയും അവരുടെ വിശ്വാസം അങ്ങോട്ട് ആയിട്ടില്ലായിരുന്നു. കർത്താവ് സ്പഷ്ടമായിട്ട് അവരോട് പറഞ്ഞു. 27-ാം വാക്യം, എൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. ഇതിന് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു.
കർത്താവരോട് തെളിവ് പറഞ്ഞു. അതുവരെയും യേശു മറപൊരുള അവര് മറഞ്ഞ സംസാരിച്ചത്. എന്നാൽ സമയം അടുക്കാൻ സമയമായപ്പോൾ, അതെ, യേശു പിടിക്കപ്പെടുവാൻ, അവൻ കൊല്ലപ്പെടുവാൻ സമയമായപ്പോൾ, അതിനുള്ള സമയമായപ്പോഴാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത്. അതുവരെ വെളിപ്പെടുത്തി കൊടുത്തില്ല, യഥാർത്ഥമായി വെളിപ്പെടുത്തി കൊടുത്തു. പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്ത് വന്നിരിക്കുന്നുവെന്നും പിന്നെ ഈ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇപ്പോൾ ദൈവം സാദൃശ്യമായി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ചില നിഴലുകൾ പോലെ ചില വിടുതൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് മാറിയിട്ട് സ്പഷ്ടമാക്കി കിട്ടുന്ന വിടുതലിന് വേണ്ടി ദിവസത്തിൽ ചില നിഴൽ പോലെ, ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ നാം കാണുന്നുണ്ട്, അനുകൂലമായ പല ഘടകങ്ങളും നാം കാണുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടു വരുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു ആരാണെന്നുള്ള അവർക്ക് നിഴൽ പോലെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. എന്നാൽ യേശു നേരത്തെ മുഴുവൻ വെളിപ്പെടുത്താതിരുന്നത് അവൻ മരിക്കണമെന്നുള്ളത് ദൈവം നിശ്ചയമായതുകൊണ്ട് അവൻ വെളിപ്പെടുത്തേണ്ട പോലെ വെളിപ്പെടുത്തിയില്ല. എന്നാൽ അവന്റെ സമയമെടുത്തപ്പോൾ അവൻ പിടിക്കപ്പെടുവാൻ പോകുന്നതിന് മുമ്പായി അവരോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറയുക, ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ഇനി എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ആരാണെന്നും നീ മശികയാണെന്നും നീ വന്നതെന്താണെന്നും ഒക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നെന്ന് അവർ പറയുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇവരുടെ വിശ്വാസികൾ പറഞ്ഞെങ്കിലും, ഇവരപ്പോൾ അറിയുന്നത് പറഞ്ഞെങ്കിലും പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങളിപ്പോൾ അറിയുന്നതൊക്കെ ശരിയാ, പക്ഷേ നിങ്ങൾ എന്നെ വിട്ടിട്ട് എല്ലാവരും ഓടിപ്പോകുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞ് ദൈവം അവരോട് പറയാൻ ഇടയാത്തുന്നത്. പിന്നീട് അവർ അറിഞ്ഞു യേശു ആരാണെന്നുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സ്പഷ്ടമായിട്ട് അവർ കർത്താവ് പറഞ്ഞു, നാഴിക വരുന്നു, പിതാവിനോട് പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തുന്ന, നിത്യജീവൻ എന്താണെന്ന് വെളിപ്പെടുന്ന നാഴിക വരുന്നു പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാട് മനസ്സായതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും ഇന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്താകണമെന്നുള്ളത് നാം ഇപ്പോഴും സാദൃശ്യമായി ജീവിക്കുന്നവരാണ്. നമുക്കറിയാം എന്തൊക്കെയോ ആകുമെന്നുള്ളത്. നാം പലതും കേട്ടിട്ടുണ്ട്, എന്നാൽ ഇന്നത് ആകുമെന്ന് ഇതുവരെയും അറിയത്തില്ല. എന്നാൽ നാം ഇപ്പോൾ എന്താകുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. നാം ഇപ്പോൾ ആരാകുന്നു, എന്താകുന്നു, അത് ഒരു കേൾവി മാത്രമായിരുന്നെങ്കിൽ, രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരാകുന്നു എന്നുള്ളതിന്റെ ഉറപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യങ്ങൾ പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ഇവിടെ അറിയുന്നല്ല, ആകുന്നു. ഒരറിവ് അത് മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ ലേഖനം എഴുതി തീർക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ പറയാൻ സാധിക്കും, ഞങ്ങൾ അറിയുകയല്ല, ഞങ്ങൾ അങ്ങനെ ആകുന്നു. എത്രപേർക്ക് പറയാൻ സാധിക്കും, പഴയ നിയമത്തിൽ അവരെ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് നമുക്ക് അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, സംശയം കൂടാതെ പറയുക, ഞങ്ങൾ ഇപ്പോൾ അറിയുന്നല്ല, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ദൈവമക്കളാകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതോ ഇന്നും ഒരു വിശ്വാസമില്ലയോ? ഇന്നും ഒരു പ്രത്യാശയില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ്? നാം ദൈവമക്കൾ. നമ്മൾ ആരാണ്? നാം ആകുമെന്നല്ല, നാം ആരാണ്? നാം ആകുന്നു. ഉറപ്പോടെ പറയണം, ശക്തിയോട് പറയണം, ഞാൻ ദൈവത്തിന്റെ മകനാ, എന്നെ ഒതുക്കാൻ നിനക്ക് കഴിയത്തില്ല. വിളിച്ചു പറഞ്ഞാട്ടെ, ദിവസങ്ങളിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയണം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്, നിനക്കെന്നോടൊരു കാര്യവുമില്ല. അതെ, എൻ്റെ തലമുറകൾ, അതെ, എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ്, ഞാൻ അവൻ്റെതാണ്. സ്തോത്രം. ഉറച്ച ധൈര്യത്തോടെ ഉറപ്പോടെ പറയുവാൻ ഇന്ന് രാത്രി നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അങ്ങനെ ആകുന്നെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ സാധാരണ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യേശു രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ പരാജയപ്പെടുത്തുവാൻ പിശാചി നിനക്ക് കഴിയത്തില്ല. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, അവന്റെ രക്തം കൊണ്ട് ജനിച്ചതാ.
അവൻ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ, അവന്റെ രക്തത്താൽ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഈ ഒരൊറ്റ സാക്ഷ്യം ഉറക്കെ പറഞ്ഞാൽ മതി. നിന്റെ വിടുതല, ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. തീക്ക് നിന്നെ അതായത് വിഴുങ്ങാൻ കഴിയത്തില്ല. വെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിയുവന്റെ സമ്മതിക്കത്തില്ല. നദി നിന്നെ മുക്കിക്കളയുകയില്ല. തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ അത് സിംഹക്കുഴിയിലിട്ടപ്പോഴും അത് വായടച്ചെങ്കിൽ, തീക്കകത്തിട്ടപ്പോഴും അതിന്റെ തീയുടെ ബലത്തേക്ക് എടുത്തെങ്കിൽ, രാത്രി വെള്ളത്തിലൂടെ കടന്നു പോയപ്പോൾ അത് മുക്കിക്കളഞ്ഞില്ല. അവർ ചെങ്കലിലൂടെ കടന്നു പോകുന്നതുമായി മുങ്ങാതിരിക്കാൻ വേണ്ടി വഴി തുറന്നെങ്കിൽ, ദൈവമക്കളെ, ദൈവത്തിന്റെ മക്കളെ, ഈ ദിവസം നമുക്ക് പ്രത്യാശയോടെ പറയാം, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നെന്ന് അറിയുന്നല്ല പറയുന്നത്. നാം ഇപ്പോൾ ദൈവമക്കൾ അഫർമേറ്റീവായിട്ട്, കൺഫർമേറ്റീവായിട്ട്, നിശ്ചയമായിട്ട് പറഞ്ഞിരിക്കുക. ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ മകനാകുന്നു. എന്റെ കുടുംബം ദൈവത്തിന്റെ മക്കളാകുന്നു. അതിന്റെ ഒരു കുളമ്പ് പോലും പിടിച്ചുകൊണ്ടു പോകുവാൻ, അത് ഒരു വ്യക്തിയെ പോലും പിടിച്ചുകൊണ്ടു പോകുവാൻ സാത്താനെ നിനക്ക് കഴിയത്തില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെതാകുന്നു. അതേ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ജനവും അതെ പൈശാചികവും തമ്മിൽ രണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകും. എന്നിട്ട് പറയാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. പറയാണ്, ഇപ്പോൾ നമുക്ക് ഇന്നതാണെന്ന് അറിയാം, എന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു ഫ്യൂച്ചറുണ്ട്. ലോകത്തിന് പ്രതീക്ഷയില്ല. അതിന് മൂലം പറയുന്നത് നൽകിയിരിക്കുന്ന നാം ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. ലോകത്തിന് അറിയാൻ കഴിയാത്ത ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്താണെന്നറിയാമോ? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അതെ, പ്രത്യക്ഷമാകുമെന്ന് നമുക്കറിയാം. നിരാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. അതെ, നാം ഇന്നതാകും. ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു. പ്രസന്റിൽ ഇപ്പോൾ ഇന്ന് ഞാൻ ദൈവമക്കളാകും. എന്നാൽ ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായല്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് എന്ന് നാം അറിയുന്നു. എന്ന് നാം അറിയുന്നു എന്ന് പറയുന്നത് ഒരു ദിവസം ഇപ്പോൾ എന്ന് പറഞ്ഞ് അറിയാൻ പോകുകയാണ്. അതെ, എത്ര പേർക്ക് ദൂർ മനസ്സായെന്ന് കരുതത്തില്ല. ഇപ്പോൾ നാം ആകുന്നു എന്നാണെന്നും, എന്നാൽ എന്താകുമെന്ന് അറിയത്തില്ല. എന്നാൽ നാം ആകുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇപ്പോൾ എന്നുള്ളൊരു പദം അവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ അത് സംഭവിക്കുമ്പോൾ പറയും, ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ അവനോട് സദൃശന്മാരായി പുനരുത്ഥാനത്തിന്റെ മക്കളായി തേജസ്രൂപികളായി തീരുമ്പോൾ ഒരുമിച്ച് പറയും, ഞങ്ങൾ ഇന്നതായി എന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെടുവാനുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് നിർമ്മലിക്കാൻ തയ്പ്പിച്ചു കൊടുക്കാം. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായാലും അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. എന്നാൽ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാം അറിയുന്നു എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് മാറ്റുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു വാക്ക് മാത്രമായിരുന്നത് ന്യായമാൻ കേട്ടു വന്നത് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമെന്ന്. എന്നാൽ അവന്റെ ജീവിതത്തെ അനുഭവമായി തീർന്നു. അത് അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അവൻ ശുദ്ധമായി തീരുവാൻ ഇടയായി തീർന്നു. അവൻ മടങ്ങിപ്പോയത് കുശലവഴിയായിട്ടല്ല പോയത്, അവൻ സൗഖ്യമുള്ളവനായിട്ടാണ് മടങ്ങിപ്പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ വചനം വായിക്കുമ്പോഴും ജീവിത അനുഭവത്തോടെ അങ്ങനെ ആറ്റിരാൻ ഇടയാത്തുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ വന്നിട്ട് നമ്മുടെ പാപത്തിന്റെ കുശമെല്ലാം മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് അവന്റെ മക്കളാക്കി തീർത്തു. അവനോട് കൂടെ വസിക്കാൻ വേണ്ടി അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഈ ദിവസങ്ങളിൽ അവനെ പോലെ ആയിത്തീരും. അന്ന് നാം ഒരുമിച്ച് പാടും. അത് എന്താ പാടുന്നറിയോ? ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആയി തീർന്നിരിക്കുന്നെന്ന് ഒരു ഘോഷസ്വരം ദിവസങ്ങളിൽ ഉയർത്തപ്പെടാൻ പോകുക. ദൈവാത്മാവുള്ളവർ, ദൈവപ്രവൃത്തിയുള്ള പ്രത്യാശയുള്ള കരമുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഇപ്പോൾ ഇന്ന് നാം അറിയുന്നു. എന്നാൽ അത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു നിമിഷത്തിലേക്ക്, ഞൊടി നേരത്തേക്ക് അത് സംഭവിക്കാൻ പോവുകയാണ്. ഞൊടി നേരത്തിനുള്ളിൽ നാം അറിയും നാം ആരാണെന്ന്, നാം എന്താണെന്ന്, നാം എന്താ കേട്ടെന്നുള്ളത്. അത് ദേവസ്വങ്ങളിൽ പരിശുദ്ധാത്മ അറിയിക്കാൻ പോകുന്ന ദൂത് കൈമാറിക്കൊണ്ട്
അന്ന് നാം ഒരുമിച്ച് പാടും. ഇപ്പോൾ വാസ്തവമായും നമ്മൾ ആരാകുന്നെന്ന് അറിയുവാനിടയാത്തരും. ഇന്ന് നാം അറിയുന്നത് മാത്രമേ ഉള്ളൂ. നാം ഇപ്പോൾ അറിയുന്ന ദൈവമക്കളാണെന്ന് അറിയാം. നിർമ്മലീകരിക്കപ്പെട്ടുകൊണ്ട് ദിവസങ്ങൾ നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. അത് പലതും സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവ ചില വിഷയങ്ങളുമേ ദൈവാത്മാ പ്രതീക്ഷ നൽകി വെളിയിൽ കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുക. ഇനി അത് സാധിക്കുമോ, ഇനി അത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് കഴിയുമോ എന്നൊക്കെ ചോദിച്ച ചില അനേക ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവാത്മാ ഉത്തരം നൽകിയ അത് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? കരമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ടെ. അതെ, എന്റെ ദൈവം എന്നെ സഹായിക്കും. സത്തുകൊണ്ട് സകല പ്രതീക്ഷയിൽ നിന്നും അവൻ എന്നെ വിടിവിച്ച് അവൻ എന്നെ സ്വതന്ത്രമാക്കി എന്ന് ഞാൻ വാസ്തവമായി അറിഞ്ഞ് സാക്ഷ്യം പറയുന്ന ദിവസങ്ങളാക്കി തീർക്കുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇവർക്ക് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കുന്നൂടി നമുക്ക് വിളിച്ചു പറയാം. അത് വാസ്തവമായി ഞങ്ങൾ വിടുതൽ പ്രാപിച്ചു എന്ന് പറയത്തക്കവണ്ണം സാക്ഷ്യം പറയുന്ന ദിവസങ്ങളാക്കി മാറ്റുവാൻ എല്ലാറ്റിലുപരിയായി കാഹളം ധ്വനിക്കുമ്പോൾ ഞൊടിയടയ്ക്കുള്ളിൽ നാം എന്ത് ചെയ്യും? ഇപ്പോൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നതാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയായി ഈ പാപം തെറിഞ്ഞ കക്ഷ തെറിഞ്ഞ ലോകത്ത് നിന്ന് നാം എടുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കാൻ ദൂരെ കൈമാറുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.